നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് ഗതാഗതത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. തുറമുഖ അധിഷ്ഠിത വ്യവസായ വികസനവും ലോജിസ്റ്റിക് മികവും ലക്ഷ്യമിടുന്ന മിഷൻ സമുദ്രയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും ഇന്നു തന്നെ ഉണ്ടാകും. കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. കിൻഫ്രയിലും ശാസ്തമംഗലത്തും പ്രവർത്തിക്കുന്ന നിലമേൽ എക്സ്പോർട്സിന്റെ ഡ്രൈ കണ്ടെയ്നറാണ് ഭക്ഷ്യോൽപാദനങ്ങളുമായി സ്പെയിനിലെ വലൻസിയയിലേക്ക് പോകുന്നത്. കപ്പൽ വിഴിഞ്ഞത്ത് നിന്ന് നേരിട്ടാണ് സ്പെയിനിലേക്ക് പോവുക. സംസ്കരിച്ച മത്സ്യം, പച്ചക്കറികൾ, പഴങ്ങൾ, തേൻ, പൂക്കൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യസമുദ്ര വിഭവങ്ങൾ, കശുവണ്ടി, കയർ, വസ്ത്രങ്ങൾ എന്നിവയെല്ലാം ഇനി കയറ്റുമതി ചെയ്യാം. കുട്ടികൾ കുറഞ്ഞതിനെ തുടർന്ന് സംസ്ഥാനത്ത് ഈ വർഷം 850ഓളം ഗവൺമെന്റ് LP, UP അധ്യാപക തസ്തികകൾ നഷ്ടപ്പെടുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട്. വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർ നൽകിയ കണക്കുകൾ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിക്ക് കൈമാറി. കൃത്യമായ കണക്ക് ലഭ്യമായിട്ടില്ല. ഗവൺമെന്റ് ഹൈസ്കൂളുകളിൽ തൊഴിൽ നഷ്ടത്തിന്റെ കണക്കെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. LP, UP വിഭാഗങ്ങളെ അപേക്ഷിച്ച് ഹൈസ്കൂളുകളിൽ തസ്തിക നഷ്ടപ്പെടുന്ന അധ്യാപകരുടെ എണ്ണം കുറവാണ്. തസ്തിക നഷ്ടപ്പെടുന്ന അധ്യാപകരെ SSAയിലും അനുബന്ധ സ്ഥാപനങ്ങളിലും പുനർവിന്യസിച്ചാലും നിരവധി പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്ന ആശങ്കയുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി 1ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികളുടെ എണ്ണം കുത്തനെ കുറഞ്ഞതാണ് ഇത്രയേറെ തസ്തിക നഷ്ടത്തിന് ഇടയാക്കിയത്. 2024-25 35,77,837 വിദ്യാർത്ഥികളാണ് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഉണ്ടായിരുന്നത്. 2026-27 അധ്യയന വർഷത്തിൽ ഇത് 34,11,198 വിദ്യാർത്ഥികളായി കുറഞ്ഞു. അതായത് 31,227 പേരുടെ കുറവാണ് ഈ വർഷമുണ്ടായത്. ഓരോ വർഷവും അധ്യാപകർ വിരമിക്കുന്നതനുസരിച്ച് പുതിയ ഒഴിവുകൾ ഉണ്ടാകുന്നില്ല. PSCയുടെ LP, UP അധ്യാപക റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനം നിലച്ചതിന് കാരണവും ഇതാണ്. അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറച്ചാലേ നിലവിലുള്ള അധ്യാപകരെ സ്കൂളുകളിൽ നിലനിർത്താൻ കഴിയൂ എന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയെ വകുപ്പ് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. പുതിയ നിയമനങ്ങൾ നടത്തണമെങ്കിലും ഇതാണ് സർക്കാരിന് മുന്നിലുള്ള പോംവഴി. സംസ്ഥാനത്ത് കാലവർഷം ദുർബലമായി തുടരും. പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി കുറഞ്ഞതോടെയാണിത്. ഇന്ന് പല ജില്ലകളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. വിവിധ ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടുന്നുണ്ടെങ്കിലും കേരളത്തിലെ അന്തരീക്ഷ സ്ഥിതിയിൽ കാര്യമായ മാറ്റം സൃഷ്ടിക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ. ഇടയ്ക്ക് പല ജില്ലകളിലും മഴ വലിയ നാശം വിതച്ചെങ്കിലും സംസ്ഥാനത്തെ മഴക്കുറവ് 23% തുടരുകയാണ്. 1588.4 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് ഇന്നലെ വരെ 1222.7 മില്ലിമീറ്ററാണ് ലഭിച്ചത്. മലയോര ജില്ലകളായ വയനാടും ഇടുക്കിയുമാണ് ഏറ്റവും കുറവ് മഴ. വയനാട് 51%, ഇടുക്കി 45% എന്നിങ്ങനെയാണ് മഴക്കുറവ്. ശബരിമലയിൽ അരവണ നിർമ്മാണത്തിനായി മിൽമയിലെ നെയ് വാങ്ങിയതിലെ ക്രമക്കേടിൽ സമഗ്രവും വസ്തുതാപരവുമായ പഴുതടച്ച അന്വേഷണം ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി. വിജിലൻസ് പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണെന്നും കോടതി വിലയിരുത്തി. വിജിലൻസ് SP MJ സോജൻ സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിച്ചാണ് ജസ്റ്റിസ് V. രാജാ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണം. തിരുവനന്തപുരം, പത്തനംതിട്ട, പന്തളം, എരുമേലി, നിലയ്ക്കൽ, ശബരിമല എന്നിവിടങ്ങളിലെ ദേവസ്വം ബോർഡ് ഓഫീസുകളിൽ നിന്നും തിരുവനന്തപുരം, പത്തനംതിട്ട മിൽമ ഓഫീസുകളിൽ നിന്നും രേഖകൾ പിടിച്ചെടുത്തതായി SIT റിപ്പോർട്ടിലുണ്ട്. ആരോപണങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് അന്വേഷണം വേഗം പൂർത്തിയാക്കാൻ കോടതി നിർദ്ദേശിച്ചു. കേസ് 21-ന് വീണ്ടും പരിഗണിക്കും. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ പ്രതീകാത്മക ശവസംസ്കാരം നടത്തി വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതിന് പിന്നിൽ വൻ ഗൂഢാലോചന. വിദ്യാർത്ഥികൾക്കൊപ്പം നിന്നിരുന്ന അധ്യാപകരും ജീവനക്കാരും ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങളിൽ ഉൾപ്പെട്ടിരുന്നോ എന്ന് അന്വേഷിക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെടുന്നു. SFIയുടെ ആഭാസ സമരത്തിനും അക്രമത്തിനും പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച ഇടത് അധ്യാപക യൂണിയനിലെ അധ്യാപകർ രംഗത്തെത്തിയിരുന്നു. അധ്യാപകരായ ഡോക്ടർ കവിത സോമൻ ന്യായവകുപ്പ്, ഷർമിള ഫിലോസഫി, നിതീഷ് കണ്ണൻ സംസ്കൃതം ജനറൽ, പത്മദാസ് സംസ്കൃതം സാഹിത്യം, ബിജു വിൻസെന്റ് സോഷ്യോളജി, ഡോക്ടർ KM സംഗമേശൻ സംസ്കൃത സാഹിത്യം എന്നിവരും ഇടത് അനധ്യാപിക സംഘടന എംപ്ലോയീസ് യൂണിയനിലെ മുഹമ്മദ് ഹാരിസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ, സുകേഷ് ദിവാകർ ജോയിന്റ് രജിസ്ട്രാർ, അരുൺ രാജ് അസിസ്റ്റന്റ്, PD റേച്ചൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ, സനിൽ ഒദയോത്ത് സെക്ഷൻ ഓഫീസർ എന്നിവരും സമരക്കാരെ അഭിസംബോധന ചെയ്യുകയും എല്ലാ പ്രോത്സാഹനവും നൽകി SFIക്കാർക്കൊപ്പം നിൽക്കുകയും ചെയ്തിരുന്നതായി സിസയുടെ പരാതിയിൽ വ്യക്തമാക്കുന്നു. സമരത്തിൽ പുറത്തുനിന്നുള്ള നിരവധി CPMകാർ പങ്കെടുത്തു. ഔദ്യോഗിക ചുമതലകൾ നിർവഹിച്ചിരുന്ന സിറ്റിംഗ് വൈസ് ചാൻസലറുടെ പ്രതീകാത്മക ശവസംസ്കാരവും ദഹനവും സർവകലാശാല പരിസരത്തിനുള്ളിൽ നടത്തിയത്
വെറും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതിനേക്കാൾ വളരെ അപ്പുറത്തുള്ളതാണ്. വ്യക്തിപരമായി തന്നെ ലക്ഷ്യമിട്ടുള്ള അത്യന്തം അപമാനകരവും ഭീഷണിപ്പെടുത്തുന്ന കാര്യവുമായിരുന്നു അത്. സുരക്ഷയ്ക്കായി പോലീസ് മതിയായ നടപടികളോ മുൻകരുതലുകളോ എടുത്തിരുന്നോ എന്ന് പരിശോധിക്കണമെന്നും VC പരാതിയിൽ ആവശ്യപ്പെടുന്നു. കാലടി സംസ്കൃതം സർവകലാശാലയിൽ കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചും സംസ്ഥാന നേതാക്കളെ എത്തിച്ചും സമരം ശക്തമാക്കാൻ SFI വിദ്യാർത്ഥികളെ വേട്ടയാടുന്ന നിലപാടാണ് VCക്കും സർക്കാരിനുമെന്ന് രാഷ്ട്രീയ വിമർശനവും ശക്തമാക്കാനുമാണ് തീരുമാനം. എന്നാൽ സമരത്തോട് നിഷേധാത്മക നിലപാടുള്ള സിൻഡിക്കേറ്റും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ചർച്ചയ്ക്കുള്ള ഒരു സൂചനയും നിലവിൽ നൽകുന്നില്ല. കെട്ടിടം വൃത്തിയാക്കുന്നതിനിടയിൽ കാൽ വഴുതി വീണ് യുവാവിന് ദാരുണാന്ത്യം. പാറശാല ആറാട്ടുകുഴി ചടയമംഗലത്ത് രാജേഷാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. KSRTC ജീവനക്കാരനായിരുന്നു. ബംഗളൂരുവിൽ പിതൃസഹോദരപുത്രന്റെ പുതുതായി നിർമ്മിച്ച വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിന് മുന്നോടിയായി വീട് വൃത്തിയാക്കുന്നതിനിടെയായിരുന്നു അപകടം. 2ാം നിലയിൽ നിന്ന് കാൽ വഴുതി താഴെ വീണ രാജേഷ് തൽക്ഷണം മരിക്കുകയായിരുന്നു. വിമുക്ത ഭടന്റെ മൃതദേഹം ജീർണിച്ച നിലയിൽ വീട്ടിനുള്ളിൽ കണ്ടെത്തി. മങ്കൊമ്പ് പുളിങ്കുന്ന് കണ്ണാടി വേങ്ങലോത്ത് വീട്ടിൽ വിജി സന്തോഷ് കുമാറാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. ഇന്നലെ വൈകിട്ട് വീടിനുള്ളിൽ നിന്നും ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാർ വിവരം പഞ്ചായത്ത് അംഗത്തെ അറിയിക്കുകയായിരുന്നു. പുളിങ്കുന്ന് പോലീസ് എത്തി വീട് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ജീർണിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഏറെ നാളായി ഭാര്യയും മക്കളും ഭാര്യ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അമ്മ പൊന്നമ്മ സന്തോഷ് കുമാറിനൊപ്പമായിരുന്നു താമസം. 2 വർഷം മുമ്പ് ചെങ്ങന്നൂരുള്ള സഹോദരിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ വെച്ച് 2 ആഴ്ച മുമ്പ് അമ്മ മരിച്ചു. അമ്മയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് ഭാര്യയും മക്കളെയും കണ്ട ശേഷമാണ് തിരികെ പുളിങ്കുന്നിലെ വീട്ടിലേക്ക് എത്തിയതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഇക്കഴിഞ്ഞ 8-ാം തീയതിയാണ് സന്തോഷ് കുമാറിനെ നാട്ടുകാർ അവസാനമായി കണ്ടത്. തന്റെ കിടപ്പറ ദൃശ്യങ്ങൾ ഭർത്താവ് അശ്ലീല വെബ്സൈറ്റിന് വിറ്റെന്ന പരാതിയുമായി യുവതി. കൗൺസിലിംഗിന് നിർബന്ധിച്ചപ്പോൾ ക്രൂരമായി മർദ്ദിച്ചെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു. പരിക്കേറ്റ യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയാണ് യുവതി പരാതി നൽകിയത്. കൊല്ലം ജില്ലക്കാരാണ് ദമ്പതികൾ. ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ അറസ്റ്റിൽ. വനിതാ ശിശു വികസന വകുപ്പ് ഓഗസ്റ്റ് 14 രാത്രി സ്ത്രീകൾക്കായി സംഘടിപ്പിച്ച റിസർച്ച് ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന പരിപാടിയെയും അതിൽ പങ്കെടുത്ത സ്ത്രീകളെയും സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിലാണ് അറസ്റ്റ്. തിരുവനന്തപുരം സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പരീക്ഷാ ക്രമക്കേട് ആരോപണങ്ങളിൽ ഇടപെടലുമായി ഗവർണറും. PSC ചെയർമാനെയും അംഗങ്ങളെയും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച നൽകിയ പരാതിയിൽ ഗവർണർ നിയമോപദേശം തേടി. ഗവർണർ എന്ന നിലയ്ക്ക് ഇക്കാര്യത്തിൽ എന്തെല്ലാം ചെയ്യാനാകുമെന്ന് അറിയിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരുമായി ആശയവിനിമയത്തിന് ശേഷമാകും നിയമോപദേശകർ ഗവർണർക്ക് മറുപടി നൽകുക എന്നാണ് വിവരം. PSCക്കെതിരെ ഒട്ടേറെ ആരോപണങ്ങൾ ഉയർന്നെങ്കിലും സർക്കാർ അത് കൈകാര്യം ചെയ്ത രീതിയിൽ ലോക്ഭവന് അതൃപ്തിയുള്ളതായാണ് സൂചന. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് 2ാമത്തെ വന്ദേഭാരത് വരുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പുതുതായി വരാൻ പോകുന്നത് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ ആയിരിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. നിലവിലുള്ള വന്ദേഭാരതിന്റെ കോച്ചുകളുടെ എണ്ണം 8-ൽ നിന്നും 16 ആക്കി ഉയർത്തിയത് മലയാളികൾക്കുള്ള ഓണസമ്മാനമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസിന്റെ കോച്ചുകളുടെ എണ്ണം 8-ൽ നിന്ന് 16 ആക്കി ഉയർത്തിയതിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ വന്ദേഭാരത് എത്രയും വേഗം വരുമെന്നാണ് തനിക്ക് ലഭിച്ച വിവരമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്നാക്കി മാറ്റുന്നതിനുള്ള ബില്ലിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. പാർലമെന്റിന്റെ ഇരുസഭകളിലും നേരത്തെ ബിൽ പാസാക്കിയിരുന്നു. രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചതോടെ ഇനി മുതൽ എല്ലാ ഔദ്യോഗിക രേഖകളിലും സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാകും രേഖപ്പെടുത്തുക. ഇതിന്റെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഔദ്യോഗിക രേഖകൾ, മറ്റു സംവിധാനങ്ങൾ, സെൻസർ ബോർഡുകൾ ഇവയിലെല്ലാം ഘട്ടം ഘട്ടമായി പേരുമാറ്റം നടപ്പാക്കും. ഇംഗ്ലീഷ് ഭാഷയിലടക്കം കേരള എന്നതിന് പകരം കേരളം എന്നായിരിക്കും ഉപയോഗിക്കുക. വയോധികരായ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ മനസ്സില്ലാത്ത മക്കളെയും ചെറുമക്കളെയും വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കാമെന്ന് സുപ്രീം കോടതി. ഉത്തർപ്രദേശുകാരനായ രവികാന്ത് ഗുപ്ത തന്റെ 81-കാരിയായ മാതാവിന്റെ സംരക്ഷണത്തിനായി സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രധാന ഇടപെടൽ. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനു മുന്നിൽ മുട്ടുമടക്കി ജാർഖണ്ഡ് സർക്കാർ. പരീക്ഷ നടത്തിപ്പിലെ ക്രമക്കേടുകളും ചോദ്യപേപ്പർ ചോർച്ചയിലും വിവാദത്തിലായ JSSC CGL പരീക്ഷ റദ്ദാക്കുമെന്ന് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ പ്രഖ്യാപിച്ചു. 2014 മുതൽ സംസ്ഥാനത്ത് നടന്ന എല്ലാ മത്സര പരീക്ഷകളെക്കുറിച്ചും CID അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യത്ത് വലിയ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്താൻ പദ്ധതിയിട്ട പാകിസ്ഥാൻ കേന്ദ്രമായുള്ള ഭീകര ശൃംഖലയെ ഇന്ത്യൻ സുരക്ഷാ സേന പിടികൂടിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. പാക് ചാരസംഘടനയായ ISIയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഷഹസാദ് ഭാട്ടി നെറ്റ്വർക്കിന്റെ 200-ലധികം പ്രവർത്തകരെയാണ് ഓഗസ്റ്റ് 12-ന് പിടികൂടിയത്. 14 സംസ്ഥാനങ്ങളിലായി നടന്ന ഈ സൈനിക ഓപ്പറേഷൻ ഭീകരവാദത്തോടുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് വ്യക്തമാക്കുന്നതെന്നും അമിത് ഷാ കൂട്ടിച്ചേർത്തു. കേരളത്തിൽ നിന്ന് 2 പേരാണ് പിടിയിലായത്. ഇവരെ കൂടാതെ രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ്, കർണാടക, ഗുജറാത്ത്, ബീഹാർ, തെലങ്കാന, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭീകരവാദ ബന്ധമുള്ളവരെയും പിടികൂടി.
തമിഴ്നാട്ടിൽ വിജയ് അണ്ണാമലൈ പോരിന് വഴിയൊരുങ്ങുന്നു. വിജയെ തൊടാൻ DMK-ക്ക് പോലും കഴിയാതിരിക്കെയാണ് അണ്ണാമലൈ വലിയൊരു ബോംബിട്ടിരിക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിലെ ചില മന്ത്രിമാർ കൈക്കൂലി വാങ്ങുന്നുവെന്നായിരുന്നു അണ്ണാമലയുടെ വെളിപ്പെടുത്തൽ. മന്ത്രിമാർ സർക്കാർ ടെൻഡറുകളിൽ കമ്മീഷൻ ആവശ്യപ്പെടാൻ തുടങ്ങിയെന്നാണ് അണ്ണാമലൈ ആരോപിക്കുന്നത്. തന്റെ പക്കൽ ഇതിന്റെ ഓഡിയോ റെക്കോർഡിംഗ്സ് തെളിവായി ഉണ്ടെന്നും അണ്ണാമലൈ പറഞ്ഞു. ചെന്നൈയിൽ സംഘടിപ്പിച്ച പരിപാടിക്കിടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് ആസ്ഥാനത്ത് വന്ദേമാതരം മുഴുവനായി ആലപിക്കുന്നത് മുതിർന്ന നേതാവ് സോണിയാഗാന്ധി തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തമാകുന്നു. സോണിയ, പ്രതിപക്ഷ നേതാവ് രാഹുൽ എന്നിവർക്കെതിരെ നൽകിയ പരാതിയിൽ കേസെടുക്കുന്നത് സംബന്ധിച്ച് പോലീസ് നിയമോപദേശം തേടി. വന്ദേമാതരം തടസ്സപ്പെടുത്തിയതിനെതിരെ വിവിധയിടങ്ങളിൽ സ്റ്റേഷനുകളിൽ പരാതി നൽകിയിട്ടുണ്ട്. രാജ്യവ്യാപകമായി BJP പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും നടത്തി. പാകിസ്ഥാൻ സുരക്ഷാ സേനയ്ക്ക് നേരെ ആക്രമണം ശക്തമാക്കി വിഘടനവാദി ഗ്രൂപ്പായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. 8 ദിവസത്തിനിടെ ബലൂചിസ്ഥാനിൽ 22 ആക്രമണങ്ങൾ നടത്തിയെന്നും 26 പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വധിച്ചെന്നും സംഘടന അവകാശപ്പെട്ടു. പാകിസ്ഥാനിൽ നിന്ന് ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ സായുധ പോരാട്ടം തുടരുമെന്നും സംഘടന പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ബലൂചിസ്ഥാനിൽ BLA നടത്തിയ പുതിയ ഗറില്ല ആക്രമണങ്ങളിൽ കുറഞ്ഞത് 26 പാക് സൈനികരെങ്കിലും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുമുണ്ട്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനവും വോട്ടർ തിരിച്ചറിയൽ ആവശ്യകതകളും ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി സേഫ് ഗാർഡ് അമേരിക്കൻ വോട്ടർ എലിജിബിലിറ്റി സേവ് അമേരിക്ക ആക്ട് പാസാക്കണമെന്ന് കോൺഗ്രസിനോട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ആവശ്യപ്പെട്ടു. ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിൽ സാധുവായ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ആവശ്യമില്ലാതെ US-ൽ എങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുമെന്ന് ചോദ്യം ചെയ്ത ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ പരാമർശങ്ങളും ട്രംപ് ഉദ്ധരിച്ചു. ഹമാസിനെ നിരായുധീകരിക്കാനും ഗാസ സമാധാന പദ്ധതിക്കായുള്ള മുൻപോട്ട് പോകാനുമുള്ള ശ്രമങ്ങൾക്ക് 1 മാസത്തിനുള്ളിൽ പുരോഗതി കാണിക്കാൻ തുടങ്ങുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി ജാരഡ് കുഷ്നർ തിങ്കളാഴ്ച പറഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഇറാനുമായുള്ള ഇടക്കാല വെടിനിർത്തൽ കരാർ നീട്ടില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിനെ തുടർന്ന് തിങ്കളാഴ്ച ഓഗസ്റ്റ് 17-ന് എണ്ണവില കുത്തനെ ഉയർന്നു. ഇത് സംഘർഷത്തെയും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന്റെ ഭാവിയെക്കുറിച്ചുമുള്ള അനിശ്ചിതത്വം വർദ്ധിപ്പിച്ചു. അന്താരാഷ്ട്ര ബെഞ്ച്മാർക്കായ ബ്രന്റ് ക്രൂഡ് ഓയിൽ ബാരലിന് $90.87 ക്ലോസ് ചെയ്തു. US വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് $84.50 ഉയർന്നു. നയതന്ത്രം സ്തംഭിച്ചാൽ ആഗോള ഊർജ്ജ വിതരണത്തിലെ തടസ്സങ്ങൾ നീണ്ടുനിൽക്കുമെന്ന ആശങ്കയാണ് ഇത് പ്രതിഫലിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.